വോട്ടിങ്ങിൻ്റെ ഒരു പെർസെൻറ്റേജും മാർജിൻ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ പറയേണ്ടത് ചേലക്കരയിൽ ഒരു നല്ല രാഷ്ട്രീയ പോരാട്ടം നടത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും. നല്ലൊരു രാഷ്ട്രീയ പോരാട്ടം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുത്ത പാർട്ടിയോടും മുന്നണിയോടും UDFൻ്റെ ലീഡേഴ്സ് ഒത്തിരി ആളുകളുടെ വലിയൊരു പ്രയത്നവും പ്രവർത്തനവും ഒക്കെ ഇതിനോടകം ഉണ്ടായിട്ടുണ്ട്. അവരോടൊക്കെ ഉള്ളൊരു ഹൃദയം നിറഞ്ഞ നന്ദി പറയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ സഹപ്രവർത്തകർ, UDFൻ്റെ സഹപ്രവർത്തകർ കഴിഞ്ഞ ഏകദേശം ഒരു 2 മാസക്കാലം അവരെടുത്തിരിക്കുന്ന ഒരു കഠിന പ്രയത്നമുണ്ട്. ആ പ്രവർത്തനത്തിനും നന്ദി പറയാണ്. ഈ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച പറ്റിയിട്ടുണ്ടോ? ഒരു പഞ്ചായത്തിൽ പോലും ലീഡ് എടുക്കാൻ ഒരിക്കലുമില്ല. നല്ല രാഷ്ട്രീയ പോരാട്ടം ഇവിടെ നടത്തി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനകത്തൊന്നും ഒരു വീഴ്ചയുണ്ടായിട്ടില്ല. കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂളിൽ തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം. കോൺഗ്രസിന് വലിയ വ്യക്തമായ മുൻതൂക്കമുള്ള പഴയന്നൂർ, ഒപ്പം തന്നെ ചേലക്കര അടക്കമുള്ള കൊണ്ടാഴി അടക്കമുള്ള മേഖലയിൽ വലിയ വാട്ടർ ലൂ ആയത് പരവൂർ മാത്രമാണ്, മുള്ളൂർക്കര മാത്രമാണ് അല്പമെങ്കിലും തുണച്ചത്. ഇപ്പം നമ്മൾ നോക്കേണ്ടത് 2021 ഉണ്ടായിരുന്ന ഇടതുപക്ഷത്തിനുണ്ടായിരുന്ന ഒരു 40,000-ഓളം വോട്ടിനകത്ത് 1/3 മാത്രമേ ഇടതുപക്ഷത്തിന് ഇത്തവണ നേടാൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷെ UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നു. മറ്റ് വോട്ടിങ്ങിൻ്റെ പെർസെൻറ്റേജിലുള്ള വ്യത്യാസം, ഏത് പഞ്ചായത്താണ്, അതിലെവിടെയാണ് കുറവുകൾ വന്നതെന്നുള്ളതിൻ്റെയൊക്കെ ബൂത്തിൻ്റെ കണക്കെടുക്കുന്നുള്ളൂ. അതിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതെന്തായാലും എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി കാര്യമായിട്ട് തന്നെ നിങ്ങളോട് ലീഡേഴ്സ് പറയുന്നു. ആലത്തൂർ 2019 ഇരിക്കുന്ന മാധ്യമങ്ങളുടെ മുൻപിൽ 2019 പറഞ്ഞ പോലെ തന്നെ കോഴിക്കോട് നിന്ന് വരുമ്പം പറഞ്ഞത് ഇനിയുള്ള പൊതുപ്രവർത്തന കാലഘട്ടം ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ എന്ന് തന്നെയാണ്. അപ്പം അതിനകത്ത് പെട്ട മണ്ഡലമാണ് ചേലക്കര. വരാൻ പോകുന്ന നാളുകളിലും കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകയായി, UDFന്റെ ഒരു പ്രവർത്തകയായി ഇവിടെ തന്നെ ഉണ്ടാകും. ഈ ഭരണവിരുദ്ധ വികാരം അടക്കം ഉയർത്തിക്കാട്ടിയാണ് പ്രചാരണം നടത്തിയത്. അത് ശരിയായില്ല എന്നുള്ളതാണ്.